റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ഇന്ന് രാവിലെ പയ്യോളി അയനിക്കാട് സ്വദേശിയായ നജീബ് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട് അതിദാരുണമായി മരണപ്പെട്ടത്. റോഡ് ഇടുങ്ങിയതോടെ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യം ഇവിടെയുണ്ട്. ദേശീയപാത നിർമ്മാണ കമ്പനിയായ വാഗാർഡിൻ്റെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് നാട്ടുകാർ രാവിലെ പ്രതിഷേധിച്ചിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഡിവൈഡറുകളാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് അവർ പറയുന്നു. തിക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദിൻ്റെയും സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ വിഷൻ്റെയും നേതൃത്വത്തിലാണ് നാട്ടുകാർ വാഗാർഡ് കമ്പനിയുടെ വാഹനങ്ങൾ തടഞ്ഞത്. പ്രതിഷേധത്തിനൊടുവിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിച്ചു. സർവീസ് റോഡുകളിൽ പല ഭാഗങ്ങളിലും ഇടുങ്ങിയ നിലയിലാണ്. തിക്കോടി പഞ്ചായത്ത് ബസാറിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. നിർമ്മാണ കമ്പനിയുടെ നിരുത്തരവാദപരമായ നിർമ്മാണ പ്രവൃത്തി അപകടം വിളിച്ചു വരുത്തുന്ന സാഹചര്യത്തിൽ അധികാരികൾ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രം പോരാ ഈ ജാഗ്രത. അധികാരികൾ കണ്ണു തുറന്ന് റോഡിലെ ഗതാഗത സംവിധാനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്പോട്ട് കേരള ന്യൂസ്.